ഇതോ മോനല്ലേ എന്റെ ഫോണിൽ എപ്പോഴാ വെളിയിൽ പോയി കളയുണ്ടാക്കളെ. ഓ സ്റ്റാൻഡേ കൊണ്ട് വെക്കുവാന്ന്. മാമിയുടെ വീട്ടിലാ വീടിന് ബാക്കി പണിയാനോ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ജാനിക്കുട്ടിയുടെ ക്രിയേറ്റിവിറ്റി എങ്ങനെയുണ്ട് പ്രിയങ്ങളെ? എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ, ജാനിക്കുട്ടിയൊക്കെ ഒരു സന്തോഷത്തിന്. ലൈറ്റ് ഇട്ടില്ലേ മുറ്റത്തെ? റോഡിൽ ലൈറ്റ് ഇടണ്ട. പ്രിയങ്ങളെ, അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പോയി കുളി. ഞാൻ വന്നതേ ഉള്ളൂ പ്രിയങ്ങളെ. ജാനിക്കുട്ടിയും കുഞ്ഞോനെയൊക്കെ കാണാൻ കുറേ ദിവസമായിട്ട് നമ്മൾ കയറിയിട്ട്, ഇന്ന് അവിടെ വരെ ഒന്ന് പോയി. നമ്മൾ അങ്ങോട്ട് ഷിഫ്റ്റ് ആവുന്ന കാര്യങ്ങളൊക്കെ ഇതുവരെ ഫോണിലൂടെ ഒക്കെ പറഞ്ഞതേ ഉള്ളൂ. ഇന്ന് ഞങ്ങൾ പിന്നെ അവിടെ പോയെന്ന് പറഞ്ഞിട്ടൊക്കെ ഇങ്ങോട്ട് വന്നതാണ്. പിന്നെ സാധനങ്ങളൊക്കെ മാറ്റാനൊക്കെ മാമിക്ക് വയ്യാതിരിക്കുവാണ്. മാമി അവിടുന്ന് വന്നണൊക്കെ നേരെ ജോലി ഇരുന്നിട്ടേ ഇല്ല. പനി, ദേഹത്ത് വേദന, കൈക്ക് വേദന, കുറേ ഡോക്ടർമാരെയൊക്കെ കണ്ട് മരുന്ന് കഴിച്ചിട്ട് അനങ്ങാൻ വയ്യാതിരിക്കുവോ മാമി. പിന്നെ മാമിനാണെങ്കിലും ഈ സാധനങ്ങൾ എടുത്തിട്ട് പൊക്കാനൊന്നും മാമിനും അതിനുള്ള ആരോഗ്യമില്ല. കുക്കു 2 ആഴ്ചയായി ഇവിടുത്തെ ജോലിക്ക് കയറി. ഒരു വണ്ടിയുടെയൊക്കെ ഇൻഷുറൻസിൻ്റെ ഒരു അവിടുത്തെ ഓഫീസ് വർക്കാണ്. പിന്നെ കൊച്ചുകളും മാമിയൊക്കെ വരും നാളെ ഞങ്ങളെ സഹായിക്കാൻ. ഇതൊക്കെ ഒന്ന് എല്ലാം എടുത്തൊക്കെ വെക്കണ്ടേ. നാളെ നമ്മൾ എഗ്രിമെൻ്റ് എഴുതും. വീടിനുള്ള റെൻറ്റിന് എടുക്കുന്ന വീടിൻ്റെ എഗ്രിമെൻ്റ് നാളെ എഴുതും. ഹൗസ് ഓണർ നാളെ വരും. പിന്നെ അവിടെ കുറേ ഫർണിച്ചറുകളുണ്ട്, ഞാൻ പറഞ്ഞില്ലേ. അതൊക്കെ അദ്ദേഹം വന്ന് കണ്ട് കൗണ്ട് ചെയ്ത് അവിടെ ഒരു 2 റൂമിൽ നമുക്കത് അടുക്കി പെറുക്കി ഒതുക്കി വയ്ക്കണം. എന്നിട്ട് വേണം നമ്മൾ ക്ലീൻ ചെയ്ത് ബാക്കി സാധനങ്ങളൊക്കെ ആയിട്ട് പോകാൻ. അപ്പോൾ ക്ലീനിങ് ഒക്കെയാണ് നാളെ. 2 പേരെ വിളിച്ചിട്ടുണ്ട്. പിന്നെ സൺഡേ നമ്മൾ അങ്ങോട്ട് സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മോനുകുട്ടൻ രാവിലെ 5 മണിയായപ്പോൾ ഇവിടുന്ന് പോയി, ടൂറിന് പോയപ്പോൾ ഇടുക്കി അവിടെ എവിടെയൊക്കെയോ സ്ഥലങ്ങളൊക്കെ പറയുന്നുണ്ട്. വാഗമണ്ണ്, വാഗമണ്ണും പരുന്തുംപാറ, മൊട്ടക്കുന്ന്. വാഗമണ്ണ് മൊട്ടക്കുന്ന്. അപ്പൊ ഇപ്പൊ വിളിച്ചപ്പോ പരുന്തുംപാറ നിൽക്കുന്നേ ഉള്ളൂ. ഇനി അവർ വരുന്ന വഴിക്ക് വേറെ കണ്ട് കയറണം. ഫുഡ് കഴിച്ചിട്ടൊക്കെ രാത്രി 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വരത്തുള്ളൂ. പിന്നെ മുത്ത ഇന്ന് തന്നെ രാവിലെ കൊണ്ടുവിട്ടു. എന്നിട്ട് അവനിങ്ങി പോരുന്നു. പിന്നെ ഇപ്പോൾ വൈകിട്ട് തന്നെ വിളിക്കാൻ വന്നതാണ്. നമുക്ക് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യാൻ കുറച്ച് കാർട്ടനും പിന്നെ ഇത് ചാക്കും അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വേണം. സൂപ്പർ മാർക്കറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഇനി വേറെ വല്ലതും വേണമെന്നുണ്ടെങ്കിൽ നാളെ ചെന്നാൽ മതി. എനിക്ക് ഒരുപാട് ഒത്തിരി സന്തോഷവും ദൈവത്തോട് നന്ദി പറഞ്ഞാൽ തീരൂല. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവർ കമൻറ്റിലൂടെ, മെസ്സേജിലൂടെ ഒക്കെ, ഇൻസ്റ്റയിലാണെങ്കിലും ഒരുപാട് പേര് എനിക്ക് സമാധാനം പറഞ്ഞ് മെസ്സേജ് ഇടുന്നുണ്ട്. എല്ലാവരോടും സ്നേഹം. ഞാൻ ആ വിഷയം പറഞ്ഞുള്ള ഒരു വീഡിയോയ്ക്ക് കുറേ കമൻറ്റുകളായി. എല്ലാം എനിക്ക് വായിക്കാൻ പോലും പറ്റാത്ത അത്രയും കമൻറ്റുകളൊക്കെ വന്നു. പിന്നെ ഹെൽപ്പ് ചെയ്യാൻ മനസ്സുള്ളവരുണ്ട്, നല്ല വാക്കുകൾ പറയാൻ മനസ്സുള്ളവരുണ്ട്. അങ്ങനെയുള്ളവരുടെ ഒരു ഫാമിലിയാണ് എനിക്കുള്ളത് എന്നുള്ളത് എൻ്റെ ദൈവത്തിനോട് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരൂല. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന മാത്രം മതി എനിക്ക് മുന്നോട്ട് പോകാൻ. വേറെ ഒരു രീതിയിലുള്ള സഹായവും പ്രതീക്ഷിച്ച് ഞാനൊരു വീഡിയോ ഇട്ടതല്ല. കാരണം നമ്മൾ പൊതുവെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ലൊക്കേഷൻ മാറുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് തോന്നും ഇവരൊന്നും പറഞ്ഞില്ലല്ലോ എന്ന്. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടത് ഇന്നതുപോലെയൊക്കെ ആണെന്ന് കേട്ടോ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും മാത്രം മതി. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നാൽ മതി. എല്ലാം ദൈവം നടത്തിത്തരും. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന കൊണ്ടാണ് ഇന്നീ നിമിഷം വരെ ഞാൻ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. അതിനകത്ത് വേറെ ഒരു തർക്കവും വേണ്ട. നമ്മളെ നമ്മളൊരു ഇരുളടഞ്ഞ വഴിയിലൂടെ പോകുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന ഒരു പ്രകാശം വരുത്തി നമ്മളോട് ഒരു സൈഡിൽ നിൽക്കുകയാണ്. കുറേ ദുഷ്ടപിശാചികൾ നമ്മളെ
ഭയപ്പെടുത്താനും വീഴ്ത്താനും ശ്രമിച്ചുകൊണ്ട് വേറൊരു സൈഡിൽ നിൽക്കുകയാണ്. ഞാൻ എപ്പോഴും പ്രകാശത്തിൻ്റെ വഴിയിലേക്ക് മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. ഞാൻ ഈ ദുഷ്ടശക്തികളെ ഒന്നും എനിക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. കാരണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, എനിക്ക് വേണ്ടി എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ മക്കളെ സ്നേഹിക്കുന്ന കുറേ പ്രിയപ്പെട്ടവരെ ദൈവം എനിക്ക് ഇതിലൂടെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ എൻ്റെ വിഷയം ഇതുപോലെയാണ് സംഭവം എന്നുള്ളത് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ എന്നോട് സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ കൂടെ ഉണ്ടായിരുന്നാൽ മതി. കമൻ്റ് ഇട്ട് എൻ്റെ എല്ലാവരോടും സ്നേഹം. എനിക്ക് എല്ലാ കമൻറ്റിനും മറുപടി ഒന്നും പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ കോമൺ ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ഏതെങ്കിലും ഒരു സമയം നമുക്കായിട്ട് ദൈവം കരുതിയിട്ടുണ്ട്, അതിനകത്ത് തർക്കമൊന്നുമില്ല. നമ്മൾ മനസ്സിൽ കുറേ കാര്യങ്ങൾ പ്രതീക്ഷയോടെ കാത്തു വയ്ക്കുന്നുണ്ട്. അതൊക്കെ ദൈവം ഭംഗിയായിട്ട് നടത്താൻ എൻ്റെ പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കണം. നമ്മളൊരു കാര്യം നമ്മുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, സന്തോഷമുള്ള ഒരു കാര്യം, അത് നടന്നു കഴിഞ്ഞ് പറഞ്ഞാലാണ് അതിൻ്റെ ഒരു പൂർണ്ണത എത്തുക എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതിനു മുമ്പേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദുഷ്ടശക്തികൾ അതില്ലാതെയാക്കാൻ ശ്രമിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്ത് നല്ല കാര്യങ്ങൾ വരുന്നെന്ന് പറഞ്ഞാലും അതിനൊരു പരിസമാപ്തി എൻ്റെ പ്രിയങ്ങളിലൂടെ ഞാൻ അറിയിക്കുക. നിങ്ങളറിയാത്ത ഒരു കാര്യവും ഇല്ല. അപ്പോൾ അത് ഒരു പക്ഷേ അതിനൊരു കാലതാമസം ഉണ്ടായേക്കും അത് ഞാൻ പറയുന്നതിന്. അതിൻ്റെ കാരണം ഇത് തന്നെയായിരിക്കും. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷമില്ല. ഞങ്ങളെല്ലാ സന്തോഷങ്ങളും ഒരു പരിധി വരെയുള്ള സങ്കടങ്ങളും ഞങ്ങൾ എൻ്റെ ഫാമിലിയിലുള്ളവരോട് പറയാറുണ്ട്. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇച്ചിരി മങ്ങിയ ചുറ്റുപാടിലൊക്കെ വീഡിയോ എടുത്തെന്ന് പറഞ്ഞാലും നിങ്ങളുടെ സ്നേഹത്തിന് കുറവ് വരില്ല എന്ന് എനിക്കറിയാം. എന്നാലും എൻ്റെ ഒരു ധൈര്യത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഒത്തിരി സ്നേഹത്തോടെ എന്തോരം ആൾക്കാർ ഒരുപാട് നല്ല കമൻറ്റുകളൊക്കെ ഇട്ടു. അതുകൊണ്ട് അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര പോസിറ്റീവ് വൈബാണ്. അപ്പം അത് മതി. എനിക്ക് അതിനപ്പുറം വേറെ ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പ്രിയങ്ങളെ. അപ്പോൾ നിങ്ങളും എന്നെ സ്നേഹിക്കുന്നവർ എന്തായാലും ആഗ്രഹിക്കും ഞങ്ങൾക്കൊരു വീട്, ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുന്ന ഒരു സമയം, ഇതൊക്കെ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് അതിലേക്ക് എത്തിപ്പെടാൻ, വളരെ വേഗം എത്തിപ്പെടാൻ എൻ്റെ പ്രിയങ്ങൾ പ്രാർത്ഥിക്കുക കേട്ടോ. അത് മാത്രം മതി. അപ്പോൾ ഞാൻ കുളിച്ച് ജപിച്ച് വരാൻ പ്രിയങ്ങളെ. മോനുകുട്ടൻ ഫുഡ് കഴിച്ചിട്ടൊക്കെ വരുള്ളൂ. ഞാൻ എന്തായാലും ഇച്ചിരി ചോറ് അരി കുക്കറിനകത്തോട്ട് വെക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഇച്ചിരി ചോറിനാണ്. ഒത്തിരി ചപ്പാത്തി മതി എന്നൊക്കെ പറഞ്ഞു. ഇനി എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാനൊന്നും വയ്യ. ഏതായാലും ഞാൻ ചോറുണ്ടാക്കും. അപ്പോൾ ഞങ്ങൾ ചോറുണ്ണാം. അമ്മ ഇച്ചിരി മീൻകറിയൊക്കെ തന്നു. പിന്നെ ഞങ്ങൾ പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം അമ്മ ഒരു ഇച്ചിരി പ്രശ്നത്തിലൊക്കെ ആയിരുന്നു. എന്ന് വെച്ചാൽ അമ്മയുടേതായിട്ടുള്ള രീതിയിൽ ചിന്തിച്ച് അമ്മയ്ക്ക് പറ്റത്തില്ലായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് പോകണ്ട, അതിൻ്റെ ആവശ്യമില്ല, അതങ്ങനെ കൊടുക്കുക, കേസ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് അമ്മ കുറച്ച് പ്രശ്നം എന്നോട് ഉണ്ടാക്കി. അതിൻ്റെ കുറേ സ്ട്രെസ്സും എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കലങ്ങിത്തെളിയും. നമ്മളിപ്പം വീടെടുക്കുന്നിടത്ത് അമ്മയ്ക്ക് വരാൻ മനസ്സാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞു വരാൻ, അവിടെ നിൽക്കാൻ ഞാൻ പറഞ്ഞു. പിന്നെ ഇവിടുത്തെ പോലെ സ്ഥല സൗകര്യങ്ങളും സ്വാതന്ത്ര്യമായിട്ടുള്ള അമ്മയ്ക്കിപ്പോൾ അമ്മ തന്നെ ഉള്ളതുകൊണ്ട് അമ്മയ്ക്ക് ആ വീടിനകം മൊത്തവും അമ്മയുടെ സ്വാതന്ത്ര്യത്തിൽ നടക്കാതിരിക്കാം. പ്രായമായ ആൾക്കാരല്ലേ. ഇനി നമ്മുടെ കൂടെ വന്നു കഴിയുമ്പോൾ അമ്മയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ചില പ്രയാസങ്ങളൊക്കെ വരും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിർബന്ധമായിട്ട് എൻ്റെ കൂടെ വന്നേ പറ്റൂ എന്നും പറഞ്ഞ് വിളിച്ചിട്ട് പോകാത്തത്. ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ അവിടെ വന്ന് നിൽക്ക്, നമുക്കിത് എന്തെങ്കിലും ചെയ്യാന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇനി അതൊക്കെ അമ്മയുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. പിന്നെ കുറച്ച് പേര് ചോദിച്ചു ആ വീട്ടിൽ പോയി താമസിക്കരുതെന്ന്. ആ വീട്ടിൽ പോയി താമസിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയായ കാര്യമല്ല. അത് സാധനങ്ങൾ കൊണ്ടിടാനുള്ള സ്ഥല സൗകര്യമില്ല. അവിടുത്തെ സാധനങ്ങൾ തന്നെ എല്ലാം പാക്ക് ചെയ്ത് ഓരോരുത്തടുത്തൊക്കെ വെച്ചേക്കുക. പിന്നെ ഏറ്റവും പ്രധാന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ കയറി ഇറങ്ങി നമ്മൾ ജീവിച്ച ഒരു വീട് നമ്മൾ എന്നും കണ്ണുമുന്നിൽ കണ്ടുകൊണ്ടിരുന്നാൽ നമുക്ക് സമാധാനത്തോടെ അടുത്ത് എവിടെയെങ്കിലും കിടക്കാൻ പറ്റുമോ? ആ വീട്ടിൽ നിന്ന് വാതിലിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്നിടത്ത് ഈ വീടാണ് കാണുന്നത്. അതുകൊണ്ട് എനിക്കിനി ഒരിക്കലും ഞാൻ ഇവിടുന്ന് ഇറങ്ങിയാൽ ഒരിക്കലും ഈ വീട് കാണാനുള്ള സാഹചര്യം ഞാൻ ഉണ്ടാക്കത്തില്ല. ഈ ഒരു സ്ഥലത്തേക്ക് ഞാൻ വരുത്തുമില്ല. ഞാൻ അമ്മയുടെ അടുക്ക വരും. എന്നും ഞാൻ വരും അമ്മയുടെ അടുത്ത്. ഇങ്ങോട്ട് ഞാൻ വരത്തില്ല. എൻ്റെ കൺദൃഷ്ടി പോലും ഈ വീടിന്മേൽ വരരുതെന്ന് പ്രാർത്ഥിച്ചാണ് ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്നത്. അപ്പോൾ അത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് അമ്മയുടെ അടുത്ത് താമസിക്കാത്തത്. അതിനകത്തൊന്നും വേറെ കാര്യങ്ങളൊന്നുമില്ല. ആരും അതിനകത്ത് എന്തോ വലിയ സ്നേഹം അവിടെ വന്ന് താമസിക്കാൻ പറയാത്ത എന്താ സ്നേഹമില്ല എന്നൊക്കെ, അതൊന്നും ഇല്ല കേട്ടോ. എൻ്റെ കൂടപ്പറപ്പിനെ സംബന്ധിച്ച് അവന് നിസ്സഹായതയാണ്. എൻ്റെ ജീവിതം ഇങ്ങനെ ആയി പോയല്ലോ എന്നോർത്ത് അവന് അവന് ഭയങ്കര മാനസികമായിട്ടുള്ള പ്രയാസമാണ്. പക്ഷെ അവനൊന്നും എനിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള വിഷമമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരിക്കലും അങ്ങനെ പറയരുത്. അവനേ ഉള്ളൂ എന്നെ സ്നേഹിക്കാനും എന്നെ മനസ്സിലാക്കാനും ഒക്കെ. അപ്പോൾ ഒരിക്കലും ഒരു
സംസാരം വേണ്ട കേട്ടോ. നമുക്കൊരു വീഴ്ച വരുമ്പം അത് കാണുമ്പോൾ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നവർക്ക് അങ്ങനെയൊക്കെ തോന്നുന്നതാണ്. അത് ഞാൻ ആ രീതിയിൽ പറഞ്ഞതല്ല. ഇതാണ് സത്യാവസ്ഥ. അങ്ങനെയൊന്നും വിചാരിക്കരുത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ. അപ്പം ഞാനൊന്ന് കുളിച്ചേം വെച്ച് വരാം കേട്ടോ. കുളിച്ച് പോയി നമുക്ക് അരിയെടുപ്പിലിടാം. എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ഞാനീ ക്ഷോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. ആ വൈഷമ്യമുള്ളേതു കുന്നും കരകേറി നടകൊള്ളുവാൻ രക്ഷകനൻ കാലുകൾക്കു വേഗമായി തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോലോടിയിടും. കുക്കറിനകത്ത് അരിയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ കുളിക്കാൻ കയറിയത്. കുളിച്ചിട്ട് വന്ന് പ്രാർത്ഥിച്ചു. വിശപ്പായി. എന്തോ നോക്കാം. ഏമേ എന്ത് റെഡിയായി കാണണേ. എനിക്ക് വിശപ്പ്. നമ്മൾ മീൻ മേടിച്ചോണ്ട് വെച്ച് ഇന്നലെ എടുക്കണമെന്ന് വിചാരിച്ച് ഇന്നലെ നടന്നില്ല. ഇന്ന് എടുക്കണമെന്ന് വിചാരിച്ച് ഇന്നും നടന്നില്ല. ഈ പെറുക്കിയൊക്കെ ഒരു വല്ലാത്ത പരിപാടിയാണ്. അതാണ് എനിക്ക് ഓർക്കാൻ വയ്യാത്തത്. ബാക്കി ഒന്നും എനിക്ക് അത്ര വിഷയമല്ല. ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്ന കാര്യം പോലും അത്ര എനിക്ക് പ്രശ്നമില്ല പ്രിയങ്ങളെ. പക്ഷെ ഈ സാധനങ്ങൾ പെറുക്കുന്നതാണ് വയ്യാത്തത്. ചോറ് വെന്തു. ആശ്വാസമായി പ്രിയങ്ങളെ. തൊട്ട് വാർത്തിടാം. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ ആൾക്കാരുണ്ടായിരുന്നു. അത് ചെയ്യാനുള്ള മാർഗവും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വേണ്ടാന്ന് വെച്ചതാണ്. കാരണം എനിക്ക് ജീവിതത്തിൽ മടുത്തിട്ടാണ് ഞാൻ ഒരു കേസിനോ പ്രശ്നത്തിനോ പോകത്തില്ല തീരുമാനിച്ചിരുന്നതാണ്. പക്ഷെ വീടിൻ്റെ പ്രശ്നങ്ങൾ വന്നപ്പം നമ്മൾ ഓൾറെഡി അതിലേക്കായി പോയി. ഞാനായിട്ട് കേസ് കൊടുത്തതല്ല. ഞാൻ ലോൺ ക്ലോസ് ചെയ്ത് വീട് മക്കളുടെ പേരിലാക്കണമെന്ന് ആഗ്രഹിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ആ ഒരു വിഷയം പറഞ്ഞപ്പോഴാണ് ഇത് കേസിലേക്ക് പോയത്. അപ്പം നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വയ്യാതെയോ ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒഴിവാക്കിയതാണ്. എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട്. പിന്നെ മക്കളുടെ അവകാശത്തെ പറ്റിയൊക്കെ ഓരോരുത്തരും കമന്റിൽ പറയുന്നുണ്ടായിരുന്നു. നമുക്ക് വേണ്ട, നമ്മൾ എന്താ പറയുക, ഒരാളിൻ്റെ അടുക്കൽ നിന്ന് പിടിച്ചു പറിച്ചെടുക്കുന്നതും മനസ്സറിഞ്ഞു കൊടുക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മുടെ ഒരു എന്താ പറയുന്നത്, സമ്പന്നനായ ഈശ്വരൻ നമുക്ക് കൈയച്ച് സഹായിച്ചാൽ മാത്രമേ നമുക്ക് നിറയുള്ളൂ. ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് വാശി പിടിച്ച് യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കുന്നതൊന്നും നമുക്ക് നിലനിൽക്കത്തില്ല. അത് നേരായ വഴിയിലാണെങ്കിലും അല്ലെങ്കിലും അതിൻ്റെ ഒരു എന്താ പറയുക, ശാപം നമ്മുടെ മേലുണ്ടാവും. അതെൻ്റെ മക്കൾക്ക് ഉണ്ടാവരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അവരൊന്നിനു വേണ്ടിയിട്ടും ആരോടും വാശി പിടിക്കരുതെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. അവർക്കുള്ളത് ദൈവം കൊടുത്താൽ മതി. അവർക്കുള്ളത് ദൈവം കൊടുക്കും. എന്തുവാ ഒരു സമ്മാനം ദൈവം അവർക്ക് കൊടുക്കും. അതെനിക്ക് ഉറപ്പാണ് പ്രിയങ്ങളെ. കാരണവും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരാളോടും ദ്രോഹം ചെയ്തിട്ടില്ല ഇന്ന് വരെ കേട്ടോ. ടീച്ചറും മോനിക്കുട്ടൻ്റെ ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്. മോനിക്കുട്ടനും കൂട്ടുകാരും ഒക്കെ അവിടെ ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ രാത്രി ഇത്രയും യാത്രയും ചെയ്ത് വന്ന് കയറുമ്പോൾ എന്നോട് സുഖമായിരുന്നോ, ഉറക്കം വന്നോ എന്നൊന്നും ചോദിക്കരുത്. എല്ലാം ഞാൻ ഉറങ്ങിയിട്ട് രാവിലെ പറയാം. അതുകൊണ്ട് വരുന്നുടനെ നമ്മൾ സാഷ്ടാംഗം പ്രണമിച്ച് കൊണ്ടുപോയി കിടത്തി ഉറക്കണം. എന്നിട്ട് രാവിലെ നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിക്കും. വേണോ ചോറ്? പിന്നെ വേറെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ചോറുണ്ട്, വന്നേ. പിന്നെന്തുവാ? ഇല്ല, എനിക്ക് വയ്യ. ചോറും ചപ്പാത്തി എല്ലാം കൂടെ എനിക്ക് വയ്യ. രാവിലെ 4:30 5 മണിയായപ്പോൾ പോയി. ഞാനൊരു 4 മണി കഴിഞ്ഞപ്പോൾ അലാറം വെച്ചത്. എനിക്ക് ആ സമയത്ത് എഴുന്നേറ്റപ്പോൾ തൊട്ട് എനിക്ക് തലവേദന. അവനായി യാത്ര പോയത്, എനിക്കായിരുന്നു തലവേദന. മോൻ വന്നു.
ചോറ് വിളമ്പി ഇച്ചിരി മോരൊഴിക്കട്ടെ. മോര് നല്ലപോലെ അങ്ങ് കുറുകി. വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി, ഇന്നലെ അമ്മ തന്ന മെഴുക്ക് വരട്ടി കേട്ടോ. പയറുതോരൻ അതുകൂടി എടുത്തിച്ചിരി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അത്താഴം റെഡി ആയിരിക്കുകയാണ്. പ്രിയങ്ങളെ, കഴിക്കട്ടെ, നല്ല വിശപ്പുണ്ട്. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. അത്രയും സ്നേഹം, ധൈര്യം നിങ്ങൾ എനിക്ക് തരുന്നുണ്ട്. ഒരുപാട് സന്തോഷം. എല്ലാവരെയും ദൈവത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പല കാര്യങ്ങളും നാളെ ഞാൻ ജോലിക്ക് പോകുന്നില്ല, ലീവ് എടുത്തേക്കുക. വാടക ചീട്ട് എഴുതാനും ഒക്കെ അങ്ങോട്ട് പോവുകയൊക്കെ വേണം. ഒക്കെ നമുക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. നാളെ കാണാം. ടാറ്റ. ഓക്കെ, ബൈ ബൈ, സി യു. ഒരാൾ ടൂറും കഴിഞ്ഞ് വരുന്നുണ്ട്. ആ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാനുള്ള കാർട്ടൺ മേടിച്ചോണ്ട് വെച്ച്. എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കാമോ? ടൂർ തല ഇറങ്ങുന്നോ? കഴിച്ചോ? എന്താ ബാ? ആ, അതുകൊണ്ടല്ലേ. ഹാപ്പി ആയിരുന്നു അത്. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.